നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ അസ്ഥി ഒടിയുന്നില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതും ആകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ കുരിശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തെയും അവനോടുകൂടെ കുരിശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്ക വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാലൊടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടൻ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവന്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ വ്യാഴാഴ്ച വൈകുന്നേരം പിടിക്കുന്നു. രാത്രിയിൽ തന്നെ മഹാപ്രഭുവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. സംഘത്തിന്റെ അടുക്കലൊക്കെ വിസ്തരിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. അവിടുന്ന് പീലാത്തോസ് ഹെരോദാവിന്റെ അടുക്കൽ അയക്കുന്നു. പിന്നീട് ഹെരോദാവ് പീലാത്തോസിന്റെ അടുക്കൽ വീണ്ടും അയക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചവരെ നമ്മുടെ കർത്താവിന് വിസ്താരമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പിറ്റന്നത്തെ ശബത്തിനൊരു പ്രശ്നമുണ്ട്. ആ ശബത്തിൽ ശരീരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ കുരിശിക്കിടന്ന് നിലവിളിക്കാനായി പാടില്ല. അതുപോലെ മരിച്ചവരുടെ ശവങ്ങൾ കാക്കകളും കഴുതകളും വന്ന് ഒറ്റപ്പാടുണ്ടാക്കി അത് കുത്തിക്കയറാൻ പാടില്ല. ശബത്ത് സ്വസ്ഥതയുടെയാണ്. അതുകൊണ്ട് യഹൂദന്മാരുടെ പ്രമാണികൾ പീലാത്തോസിനെ സമീപിച്ചിട്ട് പറഞ്ഞു, ശബത്തിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയാണ് വേണ്ടത്. അതുകൊണ്ട് ഇന്ന് കുരിശിൽ തൂക്കിയിട്ട് പോകുന്ന ആളുകൾ മരിക്കുന്നില്ലെങ്കിൽ അവർ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ സ്വസ്ഥതയ്ക്ക് ശബത്തിന് ഭംഗം വരും. കുരിശുമരണം എന്ന് പറയുന്നത് ഏറ്റവും നീചമാണ് എന്ന് പറയാൻ കാരണം, ഞായറാഴ്ച ആണ് ഒരാൾ കുരിശിക്കുന്നതെങ്കിൽ അവൻ നിലവിളിച്ചുകൊണ്ട്, ആരോഗ്യമുള്ള ആളാണെങ്കിൽ നിലവിളിച്ചുകൊണ്ട് ദിവസങ്ങളോളം കിടക്കും. ഇതിനിടയ്ക്ക് കാക്ക വന്ന് അവൻ്റെ തലയിൽ നിന്ന് അവൻ്റെ കണ്ണ് കൊത്തിപ്പറിക്കും, മൂക്കൊക്കെ കൊത്തിപ്പറിക്കും. അവന് കൈകൊണ്ട് ആട്ടിവിടാൻ സാധിക്കില്ല. അവൻ്റെ നാക്കൊക്കെ കൊത്തിവലിക്കും. കഴുകൻ വന്ന് ഇരുന്നിട്ട് അവൻ്റെ പൊക്കിള്, അവൻ്റെ വയറ് കുത്തി പൊട്ടിക്കും. അപ്പോഴും അവൻ മരിക്കുന്നില്ലെന്നുള്ളതാണ്. അവൻ നിലവിളിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ദിവസങ്ങൾ 4, 5, 6, 7 ദിവസങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് നരകിച്ചാണ് അവർ മരിക്കുന്നത്. പക്ഷേ അങ്ങനെ മരിച്ചവരുടെ ശവങ്ങളെയും മരിക്കാത്തവരെയും വെള്ളിയാഴ്ച വൈകുന്നേരം താഴെ ഇറക്കും. ഈ മരിക്കാത്ത ആളുകളെ പെട്ടെന്ന് കൊല്ലുകയാണ്. അതിന് അവരുടെ മുട്ടിന് താഴെ എന്തെങ്കിലും തടിക്കഷ്ണം വെച്ച് അടിച്ച് ആ അസ്ഥി ഒടിക്കുമ്പോൾ അവർക്ക് ശ്വാസം വലിക്കാൻ മുകളിലേക്ക് ഉപ്പൂറ്റിയിൽ പൊങ്ങാൻ സാധിക്കാതെ വരുന്നു. അവർ ശ്വാസം കിട്ടാതെ ഒരു നിമിഷം കൊണ്ട് മരിക്കുകയാണ്. അങ്ങനെ അവർ പീലാത്തോസിനോട് പറഞ്ഞപ്പോൾ പീലാത്തോസ് സമ്മതിച്ചു. പീലാത്തോസിന് സമ്മതപ്രകാരം അവർ വന്ന് കള്ളന്മാരുടെ 2 പേരുടെയും കാലൊടിച്ചു. അവർ മരിച്ചു. യേശു പറഞ്ഞിരുന്നു, ഇന്ന് നീ എന്നോട് പർദീസയിലിരിക്കും. അപ്പോൾ ഇന്ന് തന്നെ നീ മരിക്കുമെന്ന് യേശു ആ കള്ളനോട് പറഞ്ഞിരുന്നു. ഇവിടെ യേശുവിൻ്റെ കാലൊടിക്കാൻ വന്നപ്പോഴേക്കും യേശു മരിച്ചു കഴിഞ്ഞിരുന്നു. സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട്, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഭരമേൽപ്പിക്കുന്നുവെന്നാണ് യേശു പറഞ്ഞത്. അപ്പോൾ അവർക്ക് മനസ്സിലായി യേശു മരിച്ചു. എന്നാൽ ഒരു പടയാളി യേശുവിൻ്റെ കാലിൽ ഒരു
മരിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും കാലിലൊന്ന് അടിക്കാം, ഒരു എല്ല് പൊട്ടിക്കാമെന്ന് അവൻ ചിന്തിക്കാതെ ചങ്കത്തൊരു കുത്ത് അവൻ കൊടുക്കുകയാണ്. മരിച്ചോ ഇല്ലയോ എന്നറിയാനാണ്. അപ്പോൾ മരിച്ചില്ലെങ്കിൽ നിലവിളിക്കും, ആ കുത്തോടു കൂടെ ചാകുകയും ചെയ്യും. പക്ഷേ യേശു മരിച്ചിരുന്നു. അതുകൊണ്ട് ആ ചങ്കിലെ രക്തവും ബാക്കിയുള്ള വെള്ളവും കൂടെ വീഴാനിടയായി. പക്ഷെ ഇതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് തിരുവഴുത്തിൽ എഴുതിയിരുന്നു എന്നുള്ളതാണ് സത്യം. യേശു ജനിക്കുന്നതിന് 1700 അല്ലെങ്കിൽ 1600 വർഷങ്ങൾക്ക് മുമ്പ് സക്കറിയാവ് എന്ന പ്രവാചകൻ ജീവിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ നിത്യവെങ്കിലേക്ക് നോക്കും. അതായത് ദൈവം ഇസ്രായേൽ ഗൃഹത്തിൻ്റെ മേൽ അനുതാപവും കരച്ചിലും നൽകുമ്പോൾ അവർ ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ, ആദ്യജാതനെക്കുറിച്ച് കരയുന്നത് പോലെ കരയും. കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരുമ്പോൾ അവർ നിത്യവെങ്കിലേക്ക് നോക്കും. നിത്യവെങ്കിലേക്ക് നോക്കണമെങ്കിൽ അവർ കുത്തണം. കർത്താവായ യേശുവിൻ്റെ ചങ്കത്ത് അവർ കുത്താനിടയായി. പടയാളിയാണ് കുത്തിയതെങ്കിലും അതെല്ലാം യഹൂദന്മാരുടെ സമ്മതത്താലായി, യഹൂദന്മാർക്ക് വേണ്ടിയായി. അപ്പോൾ 2 പ്രവചനങ്ങൾ ഇവിടെ നിവൃത്തിയാകുകയാണ്. ഒന്നാമത്തെ പ്രവചനം യേശുവിൻ്റെ അസ്ഥി ഒന്നും ഒടിയപ്പെടുകയില്ലെന്നാണ്. 34 സങ്കീർത്തനത്തിലുണ്ട്, അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അത് യേശുവിനെ കുറിച്ചാണ്. എന്നാൽ പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ ഇസ്രായേൽ മക്കളെ ഇസ്രായേലിൽ നിന്ന് വിടുവിക്കാൻ പെസഹ കുഞ്ഞാടിനെ കൊന്നല്ലോ. ആ പെസഹ കുഞ്ഞാടിൻ്റെ മാംസം ചുട്ടു തിന്നുകയാണ് വേണ്ടത്, ഒരു അസ്ഥി ഓടിക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആണ് ആ പെസഹ കുഞ്ഞാട്, അല്ലെ പെസഹ കുഞ്ഞാടിൻ്റെ നിഴലാണ് യേശു, പൊരുളാണ് നമ്മുടെ കർത്താവ്. ആ പെസഹ കുഞ്ഞാടിനെ ചുട്ടു തിന്നുമ്പോൾ അസ്ഥി ഒന്നും ഒടിക്കരുതെന്ന് ദൈവം പറഞ്ഞത്, ഭാവിയിൽ ദൈവപുത്രനായ കർത്താവ് പെരുമൃഗമായി വരും. പക്ഷേ പടയാളികൾ അവൻ്റെ അസ്ഥി ഒടിക്കുന്നതിനാലായിരിക്കില്ല, പടയാളികളുടെ സമയത്തായിരിക്കില്ല യേശു മരിക്കുന്നത്, പിതാവിൻ്റെ സമയത്തായിരിക്കും, അല്ലെങ്കിൽ തൻ്റെ സമയത്ത് ആയിരിക്കും എന്നാണ്. യേശുവിൻ്റെ അസ്ഥി ഒടിയുകയില്ലെന്നുള്ള പ്രവചനം അത് നിറവേറി. നിത്യവെങ്കിലേക്ക് നോക്കുമെന്നുള്ള സക്കറിയാവിൻ്റെ ആ പുസ്തകത്തിലെ പ്രവചനവും ഭാവിയിൽ നിറവേറാനിടയാകും. പ്രിയപ്പെട്ടവരെ, തിരുവഴുത്തുകളും പ്രകാരം ജനിച്ച് തിരുവഴുത്തിൽ എഴുതിയിരുന്നത് പോലെ ജീവിച്ച് തിരുവഴുത്തിൽ പറഞ്ഞതൊക്കെ കൃത്യമായി നിവർത്തിച്ചുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്ത യേശു ജീവിക്കുന്നു. ആ യേശുവിനെ സ്നേഹിക്കുവാൻ ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.